മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ അതുണ്ടായത് കേരളത്തിലെ പണ്ട് കാലത്തെ മുജാഹിദ് പണ്ഡിത നേതാക്കന്മാരുടെ കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. തങ്ങന്മാരുടെ കൂട്ടത്തുനിന്ന് ലീഗിന്റെ തലപ്പത്തേക്ക് ആദ്യമായി വരുന്ന നേതാവിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്നാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് കോഴിക്കോട്ട് അരിക്കച്ചവടക്കാരനാണ്. കോഴിക്കോട് വല്യങ്ങാടിയിൽ അരിക്കച്ചവടം ചെയ്തിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ലീഗുകാരനല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പൊതുജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്, ഞാനിവിടെ നിങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയക്കാരുള്ളതെന്ന് അറിയില്ല, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, എനിക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ പറയുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് കുടുംബത്തിൽ നിന്നുള്ള ഒരാള് കോഴിക്കോട്ടെ അരിക്കച്ചവടത്തിൽ വളരെ പ്രഗത്ഭനായി ഇങ്ങനെ തിളങ്ങി നിന്നൊരു കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ബാഫഖി തങ്ങൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴും കേരളത്തിൽ ലീഗുണ്ട്. അന്ന് ലീഗിന്റെ തലപ്പത്തിലും നേതൃത്വത്തിലുള്ള ആളുകളുടെ പേര് KM മൗലവി, KM സീതി സാഹിബ് എന്നൊക്കെയുള്ള പേരുകളാണ്. KM മൗലവിയും KM സീതി സാഹിബും എന്ന് പറയുന്ന രണ്ട് നേതാക്കൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗിനെ കേരളത്തിൽ കെട്ടിപ്പടുത്ത മഹാരഥന്മാരായ നേതാക്കന്മാരാണ്. ഇന്ന് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആൾക്കാർ ലീഗിന്റെ ചരിത്രം പറയും. അവർ പറയുമ്പോൾ 1948 മാർച്ച് മാസം 10-ാം തീയതി രാജാജി ഹാളിൽ വെച്ച് മദ്രാസിൽ വെച്ചിട്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് മദ്രാസിൽ നിന്ന് അദ്ദേഹം നേരെ വണ്ടി കയറിയിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂര് കോഴിക്കോട് വന്നിട്ട് ബാഫഖി തങ്ങൾ എടുക്കും. ബാഫഖി തങ്ങള്, പൂക്കോയ തങ്ങള്, ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗിന്റെ ചരിത്രം പറഞ്ഞു വരും. ഇതിന്റെ ഇടയിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മുമ്പ് ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരും നേതാക്കന്മാരുണ്ട്. അതിൽ വളരെ പ്രഗത്ഭനാണ് KM മൗലവി എന്ന്. മരിക്കുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ പേര് KM മൗലവി എന്നാണ്. KM മൗലവി മരിക്കുന്നത് വരെ ലീഗിന്റെ വൈസ് പ്രസിഡന്റാണ്. ആ KM മൗലവി വരുമ്പോ മാത്രമേ ബാഫഖി തങ്ങൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. ലീഗ് രാഷ്ട്രീയത്തിൽ ഏത് നേതാവ് വരുമ്പോഴും ബാഫഖി തങ്ങളുമാണ് ലീഗിന്റെ പ്രസിഡന്റുമാണ്. ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കൂല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരൊറ്റ നേതാവേ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന KM മൗലവി എന്ന ലീഗിന്റെ നേതാവ്. ആ KM മൗലവിയും ബാഫഖി തങ്ങളും കൂടെ ഒരുമിച്ചുള്ളപ്പോ ഒരു സദസ്സ് പിരിയുമ്പോ ആ സദസ്സ് പിരിയുമ്പോ പ്രാർത്ഥിക്കുവാർ, ദുആ നടത്തുന്നത് ബാഫഖി തങ്ങളല്ല. KM മൗലവിയുള്ള ഒരു സദസ്സിൽ പോലും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ദുആ നടത്തിയിട്ടില്ല. ദുആ നടത്താൻ ബാഫഖി തങ്ങൾ ഏൽപ്പിക്കാറുള്ളത് KM മൗലവിയെയാണ്. ഇന്ന് സമസ്തക്കാർക്ക് മുജാഹിദ് എന്ന് പറയുമ്പോൾ ലീഗിനെ തൊടാൻ പാടില്ല, ലീഗുകാര് മുജാഹിദിലേക്ക് വരാൻ പാടില്ല, ചന്ദ്രികയില് മുജാഹിദിന്റെ ഒരു വാർത്ത ചന്ദ്രികയിൽ വരാൻ പാടില്ല, അടുക്കാൻ പാടില്ല, പോകാൻ പാടില്ല, മുണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു കാലാണ്. അങ്ങനെയൊക്കെ ലീഗുകാര് കരുതുന്ന, ലീഗ് അങ്ങനെ ആകണം എന്ന് സമസ്തക്കാരും കരുതുന്ന ഒരു കാലാണ്. ഞാൻ അവിടേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ, PMSA പൂക്കോയത്തങ്ങൾ, പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയത്തങ്ങള് പോലീസ് പിടിച്ച് ജയിലിൽ, ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പൂക്കോയത്തങ്ങൾ ജയിലിലിട്ടപ്പോ പൂക്കോയത്തങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ജയിലിൽ. അദ്ദേഹത്തിന്റെ പേരാണ് NV അബ്ദുസ്സലാം മൗലവി. ജയിലിലെ പകലുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ NV അബ്ദുസ്സലാം മൗലവിയും പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോ ജയിലിലെ പകലിന്റെ തുടക്കങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് കൊണ്ടാണ്. NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസിന്റെ മുമ്പിലിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യന്റെ പേര് കേരളത്തിലെ സമസ്തക്കാരനറിയോ? കേരളത്തിലെ സുന്നികൾക്ക് അറിയുമോ? NV അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയുടെ ഖുർആൻ ക്ലാസിന്റെ മുമ്പിലിരിക്കുന്ന ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയത്തങ്ങൾ, PMSA പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങളെക്കാൾ വലിയൊരു തങ്ങളോ അതിനേക്കാൾ വലിയൊരു സുന്നിയൊന്നും കേരളത്തിൽ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. ഇപ്പൊ വലിയ മുജാഹിദ് വിരോധം പറഞ്ഞ്
ലീഗിൽ ഇങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് മുജാഹിദ് ലീഗൊക്കെ കൂടി മുജാഹിദിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വിപ്ലവവും ഫിത്നയും ഉണ്ടാക്കുന്ന ആൾക്കാര് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്.